ഇത് കണ്ടോ? ഇതിൻ്റെ പേരെന്താ? ആനപ്പുളിഞ്ചിന്നോ എന്നൊക്കെയാണ് ആൾക്കാർ പറയണത്. ഞാൻ പക്ഷേ ഈ സാധനം ആദ്യമായിട്ട് കാണുകയാണേ. ഇത് കണ്ടോ, ഇവിടെ നിറച്ചുണ്ട്. പക്ഷേ ഇതെന്ത് ചെയ്യണം എന്നെനിക്കറിയില്ല. ചിലരൊക്കെ പറഞ്ഞു അച്ചാറിടാം എന്ന്. ഞാൻ വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഞാൻ മാങ്ങ അച്ചാറൊക്കെ ഇടാറുണ്ട്, പക്ഷെ ആനപ്പുളിഞ്ചി അച്ചാർ എങ്ങനെയാണെന്ന് നോക്കട്ടെ. അഴിച്ചാവണം. താഴെ വീഴുമ്പോഴേക്കും ചതഞ്ഞു പോകണം. എനിക്ക് അപ്പുറത്തെ വീട്ടിൽ പോയ സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞില്ല, അപ്പുറത്ത് പോയി. മതി.
ഇതാ ആനപ്പുളിഞ്ചിക്ക. ഇത് നോക്കാല്ലേ, ഒരു പരീക്ഷണം എന്ന ഇതിൽ ഞാൻ എന്തായാലും ഒന്ന് പിക്കിളിട്ട് നോക്കട്ടെ. ഞാൻ കഴിക്കൂല, വേറെ ആർക്കെങ്കിലും കൊടുക്കും. ഇത് ഞാൻ കഴുകി കേട്ടോ, നല്ല വൃത്തിയായിട്ട് കഴുകി. പക്ഷെ എനിക്ക് തോന്നുന്നതേ ഇത് കുറച്ചുകൂടി പച്ചയായിരിക്കുമ്പോൾ അച്ചാറിടണമായിരിക്കും അല്ലേ. ഇത് ഇത്തിരി ഓവറായിട്ട് പഴുത്തോന്നൊരു സംശയം. എന്തായാലും നോക്കാം. മതി, ഇത്രയും കൊണ്ട് ഒന്ന് ഉണ്ടാക്കി നോക്കാം അല്ലേ. ഞാൻ നല്ലെണ്ണയാണ് എടുത്തിരിക്കുന്നത്, കാശ്മീരി ചില്ലിയാണ് എടുത്തിരിക്കുന്നത്, ഉപ്പുണ്ട്. നോക്കാം, ഒരു പരീക്ഷ. നല്ലെണ്ണയാണ്. ഗ്യാസ് ചെറുതാക്കണം. എണ്ണ ചൂടായി, കുറച്ച് കടുകിടുന്നു. പിന്നെ കുറച്ച് ചുവന്ന മുളക്. ഗ്യാസ് കുറച്ച് വെച്ചിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇത് എല്ലാവർക്കും അറിയായിരിക്കും, ഞാൻ ഇത് ആദ്യമായിട്ട് പരീക്ഷിക്കുകയാണ്. ഇനി കുറച്ച് കറിവേപ്പില. കുറച്ച് ഉലുവപ്പൊടി. ഓക്കെ, ഇതെല്ലാം ഇട്ടു. അത് നന്നായിട്ട് ഗ്യാസ് ചെറുതാണ് എന്ന് വീണ്ടും പറയുന്നു. നിങ്ങൾ വിചാരിക്കും, യോ ഞാൻ 4 സ്പൂൺ ഇട്ടു, ഇതിൽ എരിവുള്ളതൊന്നുമല്ല. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇടാം. ഇത് ഭയങ്കര പുളിയുള്ളതാ. ഞാൻ എപ്പോഴും ഒരിക്കൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കും, ഇപ്പോഴല്ല മുമ്പ് ഒരിക്കൽ. അത് ഭയങ്കര പുളിയാണ്. ശർക്കര ഇട്ട് നോക്കാം. പഞ്ചസാര ഇടുന്നതിനേക്കാളും ശർക്കര എന്ന് വെച്ചാൽ ഇത്തിരി ബ്രൗൺ ഷുഗർ ഇട്ട് നോക്കാം അല്ലേ. ശർക്കര തന്നെ കിട്ടി കേട്ടോ. ഇത് ഞാൻ ഇത്തിരി ഇഞ്ചിച്ചായ ഒരു സൈഡിൽ വെച്ചിരിക്കുക. ഇത് ശർക്കരയാണ്.
മതി. ഇതാണ് ആനപ്പുളിഞ്ചിക്ക അച്ചാർ. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാമേ. കൊള്ളാമെങ്കിൽ ഞാൻ പറയും, അപ്പം നിങ്ങൾ ഉണ്ടാക്കിയാൽ മതി. കൊള്ളൂല്ലെങ്കിൽ ഞാൻ പറയില്ല, വീഡിയോ ഇടുകയില്ല. അപ്പം ഉണ്ടാക്കിയ അച്ചാർ ഒന്ന് തണുക്കട്ടെ, എന്നാലേ അതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റൂ. ഞാൻ ഇന്നൊരു വിചിത്രമായ ബ്ലൗസ് ഇട്ടിരിക്കുന്നു നിങ്ങൾ വിചാരിക്കാം. ഞാൻ എപ്പോഴും എന്ത് സീരിയസ് ആയിട്ട് എന്തെങ്കിലും കാര്യം പറഞ്ഞാലും അപ്പൊ അതിന് താഴെ സാരി കൊള്ളാം, മാല കൊള്ളാം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ വിചാരിക്കും, അയ്യോ ഇത്രയും സീരിയസ് ആയിട്ട് കാര്യം പറയുമ്പോഴും സാരി കൊള്ളാം, മാല കൊള്ളാം എന്നാണല്ലോ പറയുന്നത് എന്ന് എനിക്ക് തോന്നും. അപ്പൊ അതുകൊണ്ട് പറയാം, ഈ ബ്ലൗസ് ചെന്നൈയിൽ നായിഡുകോൾ എന്ന് പറയുന്ന ഷോപ്പിൽ റെഡിമെയ്ഡ് വാങ്ങിയതാണ്. ഇതിന്റെ നല്ല നല്ല കംഫർട്ടബിൾ ആട്ടോ, നല്ല ഇറക്കവും ഇതൊക്കെ. ഇവിടെ കുറച്ച് അല്ലേ ലൂസായിരിക്കുന്നു, നല്ല വീഡിയോ. ഇത് കൈ കുറച്ചുകൂടെ ഇറക്കട്ട് കേട്ടോ. ഞാൻ കൈ കുറച്ച് വെച്ചിരിക്കാം. കൈ ആക്ച്വലി ഇത് ഇവിടെ വരെ ഇട്ട്, പക്ഷെ എനിക്ക് കൊള്ളൂല അത്രയും നീളം കൈ. ഞാനിങ്ങനെ ക്ലോസ് നെക്ക് ഇടണം എന്ന് കുറേ നാളായി. ഇങ്ങനെ ഉണ്ട് എൻ്റെ കയ്യിൽ 1-2 ഉണ്ട്, പക്ഷെ ഞാൻ അധികം അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഇനി ക്ലോസ് നെക്കിലേക്ക് പോകണം. മുടി ഫുള്ളായിട്ട് അങ്ങോട്ട് നരപ്പിക്കണം, ഫുള്ള് വൈറ്റ് ഹെയർ ആക്കണം, എന്നിട്ട് ബോയ് കട്ട് ചെയ്യണം. ബക്കറ്റ് ലിസ്റ്റ് കണ്ടത് സില്ലി ബക്കറ്റ് ലിസ്റ്റ് അല്ലേ? അങ്ങനെ ഭയങ്കര ബക്കറ്റ് ലിസ്റ്റ് ഒന്നുമല്ല. അയ്യോ ഇതെപ്പോഴും ഇങ്ങനെ ഇരിക്കുകയാണോ? അപ്പോ അതൊക്കെ ചുമ്മാ വെറുതെ ഓരോ കൊച്ചു 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 ആഗ്രഹങ്ങൾ. പിന്നെ ചിലരൊക്കെ ചോദിക്കും, ഈ പണ്ട്, അതായത് എത്രയോ കൊല്ലം മുമ്പ് എടുത്ത ഒരു വീഡിയോ ആണ് ഞാൻ ആനീസ് കിച്ചണിൽ ആനിയോടൊപ്പം സംസാരിക്കുന്ന ഒരു വീഡിയോ. അത് ഞാൻ അങ്ങനെ, ഞങ്ങൾ ഭയങ്കര അടുപ്പമുള്ള 2 പേരാണ്. അപ്പൊ അതിൻ്റെ ഒരു ഇതിൽ ഞാൻ പറഞ്ഞതാ. പക്ഷെ ഇപ്പൊ അതിനെ എടുത്തിട്ട് അത് ഒരു ട്രോളാനുള്ള ഒരു വകയായിട്ട് അത് കാണിക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നും. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. എനിക്ക് ആക്ച്വലി കുക്കിംഗ് ഇഷ്ടമല്ല. കുക്കിംഗ് ഇഷ്ടമല്ല എന്ന് പറയുന്നത് ഒരു വലിയ വിരോധാഭാസം, അല്ലെങ്കിൽ സ്ത്രീത്വത്തിനെതിരെ എന്നൊക്കെ പറയുന്നതിനോട് എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റില്ല. കുക്കിംഗ് ഇഷ്ടമല്ല എങ്കിൽ ഇഷ്ടമല്ല, അത്ര തന്നെ. എനിക്ക് അടുക്കളയിൽ നിന്ന് അത്രയും കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാൾ എനിക്ക് പുറത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എനിക്ക് അങ്ങനെ ചെയ്യാനാണ് ഇഷ്ടം. അടുക്കള നല്ലതാ. അടുക്കളയിൽ ജോലി ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്നതൊക്കെ ഒരുപാട് നല്ല കാര്യങ്ങളാണ്. അപ്പൊ നമ്മുടെ അച്ചാർ എന്തായി നോക്കട്ടെ. എനിക്ക് ഇങ്ങനെ ചുമന്നിരിക്കുന്നതിനേക്കാളും കുറച്ച് ഡാർക്ക് കളറായിരിക്കുന്നതാ ഇഷ്ടം കേട്ടോ. ഞാൻ പക്ഷെ മാങ്ങ അച്ചാർ ഉണ്ടാക്കുമ്പോൾ റെഡിഷ് ആയിട്ട് ഉണ്ടാക്കും. പക്ഷെ ഇത് ഞാൻ വിചാരിച്ചു കുറച്ച് ഇങ്ങനെ ഉണ്ടാക്കി, എന്നിട്ട് ഇത് കൊള്ളൂല്ലെങ്കിൽ ഞാൻ റെഡായിട്ട് വേറെ ഉണ്ടാക്കി നോക്കാം. പക്ഷെ അതൊരു സ്ത്രീയുടെ കടമയാണ് എന്നൊക്കെ പറയുമ്പോഴാണ് നമ്മൾ ഒന്ന് അതിനെ എതിർക്കുന്നത്. എങ്കിൽ പിന്നെ എനിക്കിഷ്ടമല്ല. എന്തും നമ്മളോട് ചെയ്യൂ എന്ന് നിർബന്ധപൂർവ്വം പറയുമ്പോൾ നമുക്ക് കുറച്ച് ദേഷ്യം വരും. എന്നാൽ ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ ചെയ്തു എന്നും വരാം അല്ലേ? ഇപ്പം ഈ ഇടയ്ക്ക് ഒരു ചാനൽ ഡിസ്കഷൻ കണ്ടിരുന്നു. എന്താ വസ്ത്രധാരണം, ഇതൊക്കെ ഒരു ചർച്ചയായിട്ട് വെച്ച് സംസാരിക്കുന്നവരെ വേണം ആദ്യം പറയാൻ. ഇതെന്താ ഇത്ര ചർച്ച ചെയ്യാനിരിക്കുന്നത്? ഏത് വസ്ത്രം ധരിക്കണം? ഞാൻ ചോദിക്കട്ടെ, ഒരാൾ ഈ ഭൂമിയിൽ വന്ന് ജനിക്കുന്നത് ഇവരുടെ ആരുടെയും പെർമിഷൻ ചോദിച്ചിട്ടല്ലല്ലോ. ഒരാൾ ജനിച്ചു പോകുന്നു. അപ്പൊ ആ ആള് പിന്നെ എന്ത് വസ്ത്രം ധരിക്കണം, എന്ത് മതം സ്വീകരിക്കണം, എന്ത് സംസാരിക്കണം, എന്ത് ഭക്ഷണം കഴിക്കണം എന്നൊക്കെ അവരവരുടെ ചോയ്സ് അല്ലേ. ഇതൊക്കെ ഇരുന്ന് ഒരു ഗ്രൂപ്പ് ഡിസ്കഷനായിട്ട് അതിനെ ടെലികാസ്റ്റ് ചെയ്ത് അങ്ങനെ കാണിക്കേണ്ട ആവശ്യം എന്താന്ന് മനസ്സിലാവുന്നേ ഇല്ല. ഇതെന്ത് തരം രോഗമാണെന്ന് ഞാൻ ആലോചിക്കുന്നു. എന്നിട്ട്
അതിനെ ഭയങ്കരമായിട്ട് അങ്ങനെ ചെയ്തില്ലെങ്കിൽ, അങ്ങനെ നമ്മൾ വസ്ത്രം ധരിച്ചില്ലെങ്കിൽ മറ്റുള്ളവർക്ക് പ്രൊവോക്കേഷൻ ഉണ്ടാക്കും. ആ പ്രൊവോക്കേഷൻ ഉണ്ടാകുന്ന ആളുടെ മനോരോഗമാണത്, അല്ലാതെ വസ്ത്രം ധരിക്കുന്നവരുടെ പ്രശ്നമല്ല. ഞാനിപ്പോ എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വസ്ത്രം ധരിക്കുന്നതെന്ന് മാത്രമല്ല, മറ്റുള്ള രീതിയിലുള്ള വസ്ത്രം ധരിക്കണം എന്ന ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്ക് സൂട്ടാവില്ല, എനിക്ക് അത്ര വസ്ത്രങ്ങൾ ചേരില്ല. അതെനിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ ഞാനൊരു വസ്ത്രം ഇട്ട് കണ്ണാടിയിൽ നോക്കുമ്പോൾ ഇതെനിക്ക് കൊള്ളാം എന്ന് തോന്നുമ്പോൾ ഞാനത് ഉപയോഗിക്കും. ഇതെനിക്ക് കൊള്ളൂല എന്ന് ഞാൻ ഉപയോഗിക്കില്ല. ഇതില് സൊസൈറ്റിക്ക് എന്താണ് റോളെന്ന് മനസ്സിലാവുന്നില്ല. അവരുടെ വീട്ടുകാർ ചിലപ്പോൾ മോളെ ഇത് വേണ്ട, നിനക്ക് ചേരുന്നില്ല എന്നൊക്കെ പറയുന്നത് നമുക്ക് മനസ്സിലാകും. പക്ഷെ സമൂഹം പറയുകയാണ്, എന്താ നീ അത് ഇട്ടില്ലെങ്കിൽ, നീ ഇത് ഇട്ടാൽ അവന് നിന്നെ ബലാത്സംഗം ചെയ്യാൻ തോന്നും, അല്ലെങ്കിൽ നിന്നെ തുറിച്ചു നോക്കാൻ തോന്നും എന്നൊക്കെ പറയുന്ന ഈ ബലാത്സംഗം ചെയ്യുന്നതും തുറിച്ചു നോക്കുന്നതും എല്ലാം മാനസിക രോഗികളാണ്. അവരൊക്കെ മനസ്സിൽ ലൈംഗിക വൈകൃതമുള്ളവരാണ്. അവരുടെ വീട്ടിൽ എന്താണ് സ്ത്രീ, എന്താണ് പുരുഷൻ, എന്താണ് മനുഷ്യൻ എന്ന് പറഞ്ഞ് പഠിപ്പിക്കാത്തതിൻ്റെ കുഴപ്പമാണ്. അതല്ലാതെ നമ്മൾ വസ്ത്രം ധരിക്കുന്നതിൻ്റെ പ്രശ്നമല്ല. അപ്പോൾ അതിൽ തന്നെ പലരും പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു ആർഗ്യുമെന്റിൽ, കന്യാസ്ത്രീ വസ്ത്രം ധരിച്ചാലും ബലാത്സംഗം ചെയ്യുന്നുണ്ട്, പിന്നെ പർദ്ദ ഇട്ടാലും ബലാത്സംഗം ചെയ്യുന്നുണ്ട്, സാരി ഉടുത്താലും ബലാത്സംഗം ചെയ്യുന്നുണ്ട്, കൊച്ചു കുഞ്ഞിനെയും ബലാത്സംഗം ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നടക്കുന്നുണ്ട് ഇവിടെ. എന്നിട്ടാണ് ഇരുന്ന് അതൊരു ശരിക്കും, ഞാൻ ഭയങ്കര കുലസ്ത്രീയാണ് കേട്ടോ, ഞാൻ സദാചാരം മാത്രം നോക്കി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ എന്ന് പറയുന്നതിൽ കൂടി ഒരു സൽപ്പേരുണ്ടാക്കാനുള്ള ഒരു അതിനു വേണ്ടിയുള്ളത് മാത്രമാണ്. അവർ ഉള്ളിൽ യഥാർത്ഥത്തിൽ ഇങ്ങനെയൊന്നുമല്ല. അവർക്ക് യഥാർത്ഥത്തിൽ ഇതൊക്കെ ഇടണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഈ സൽപ്പേര് പോയി പോകുമോ എന്ന് ഭയമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് കുക്കിങ്ങിനെ കുറിച്ചായിരുന്നല്ലോ. അപ്പൊ എനിക്ക് കുക്കിംഗ് ഓക്കെ വേണമെങ്കിൽ ചെയ്യാം, ഒരു രസത്തിന് വേണ്ടി ഞാൻ കുക്ക് ചെയ്യും. എനിക്ക് കുക്ക് ചെയ്യണമെന്ന് തോന്നിയാൽ ഞാൻ കുക്ക് ചെയ്യും. എനിക്ക് തോന്നുന്നില്ല, എനിക്ക് ചെയ്യാൻ സൗകര്യമില്ല, എനിക്ക് താല്പര്യമില്ല എന്ന് തോന്നിയാൽ ഞാൻ ചെയ്യില്ല. അത് ഞാൻ പണ്ടും അങ്ങനെ തന്നെയാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, ഇനിയും അങ്ങനെ തന്നെയായിരിക്കും. ഇനിയിപ്പോൾ മക്കള് വരുമ്പോൾ ഞാൻ അവർക്ക് വരുന്ന സമയത്ത് ഞാൻ അവർക്ക് കുറേ ഫിഷ് കറി, മറ്റത് മറിച്ചത് ഇതൊക്കെ എനിക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടൊന്നുമല്ല. ഇതൊക്കെ നമുക്ക് ഇപ്പം ഇതൊന്നും ഒരു വലിയ പാടുള്ള കാര്യമൊന്നുമില്ല. യൂട്യൂബിലൊക്കെ നോക്കിയാൽ എല്ലാം കിട്ടും. അപ്പോൾ അതിൽ നോക്കി നന്നായിട്ട് കുറച്ചുകൂടി നമ്മളത് ഇങ്ങനെ ചെയ്താൽ എങ്ങനെയിരിക്കും, അങ്ങനെ ചെയ്താൽ എങ്ങനെയിരിക്കും എന്നൊക്കെ നോക്കിയിട്ട് അതൊക്കെ ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കും. 2 ദിവസമൊക്കെ കൊടുക്കും. 3-ാം ദിവസം ആകുമ്പോൾ ഞാൻ പറയും, എടാ നിങ്ങൾ ഉണ്ടാക്കണം, ഇത്രയും കാലം ഞാൻ ഉണ്ടാക്കി, ഇനി കുറച്ച് നിങ്ങൾ ഉണ്ടാക്കി, എനിക്കിതാന്ന് പറയുമ്പോൾ അവർ രണ്ടുപേരും നന്നായിട്ട് കുക്ക് ചെയ്യും. രണ്ടുപേരും അസലായിട്ട് കുക്ക് ചെയ്യുന്ന കുട്ടികളാണ്. എൻ്റെ 2 ആൺമക്കളും അവരുടെ പിന്നെ അതിൽ ഒരാളെ കല്യാണം കഴിച്ചിട്ടുള്ളൂ. അവർ രണ്ടുപേരും ബിസിനസ് ചെയ്ത് ജീവിക്കുന്നവരാ. അപ്പോൾ അവള് ആ ബിസിനസ്സും കാര്യങ്ങളുമായിട്ടിരിക്കുമ്പോൾ അവൻ അടുക്കളയിൽ കയറി പാത്രം കഴുകും, വീടടിച്ചു വാരും, പാചകം ചെയ്യും, എല്ലാം ചെയ്യും. അതുപോലെ അവൻ പിന്നീട് ബിസിനസ്സുകാർ നോക്കുമ്പോൾ അവൾ ഇതെല്ലാം ചെയ്യും. ചില സമയം രണ്ടുപേരും ഒന്നിച്ച് അടുക്കളയിൽ നിന്ന് ഒരാൾ പാത്രം കഴുകും, ഒരാൾ വീടടിച്ചു വാരും, ഒരാൾ അരിഞ്ഞു കൊടുക്കും, ഒരാൾ പാചകം ചെയ്യും, ഇതെല്ലാം ചെയ്യും. എൻ്റെ മൂത്ത മകൻ തനിയെയാണ് താമസിക്കുന്നത്, അവൻ മാരീഡല്ല. പക്ഷെ അവൻ ഹോട്ടൽ ഫുഡ് അധികം മേടിക്കാറില്ല. അവൻ വളരെ കുറച്ച് ഭക്ഷണം കഴിക്കുന്ന, ഹെൽത്തി ഫുഡ് കഴിക്കുന്ന ഒരാളാണ്. അപ്പൊ അവൻ തന്നെത്താനെ എല്ലാം ഉണ്ടാക്കും. എല്ലാം, ചോറ് സാമ്പാർ മുതൽ ഇറ്റാലിയൻ വിഭവങ്ങളും യൂറോപ്യൻ വിഭവങ്ങളും എല്ലാം അവൻ ഉണ്ടാക്കാറുണ്ട്. അപ്പൊ ഇതൊന്നും ഞാൻ പറഞ്ഞ് പഠിപ്പിച്ച് അങ്ങനെ വന്നതൊന്നുമല്ല. അവരായിട്ട് തന്നെ അവർക്ക് സ്വയം തോന്നി അവനവൻ സർവൈവ് ചെയ്യണമെങ്കിൽ അവനവൻ തന്നെ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കണം.
അതാണ് അതിൻ്റെ രീതി. അതല്ലാതെ ഇത് അടുക്കള എന്ന് പറയുന്ന ഒരു പെണ്ണിൻ്റെ ഇടമാണ്. പെണ്ണാണ് വീടടിച്ചു വാരി തുടയ്ക്കേണ്ടതും വസ്ത്രം കഴുകേണ്ടതും ഭക്ഷണം പാചകം ചെയ്യേണ്ടതും എന്നൊക്കെ പറയുന്നത് അതൊക്കെ മാറേണ്ട കാലം കഴിഞ്ഞു. പക്ഷെ ഇപ്പോഴും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വിഭാഗം പുരുഷന്മാര് മാത്രമല്ല, അതിനേക്കാൾ വലിയ വിഭാഗം സ്ത്രീകൾ തന്നെയുണ്ട്. അത് അങ്ങനെ ഉള്ളത് കൊണ്ടാണ് ഇത് മാറാത്തത്. അങ്ങനെ സ്ത്രീകൾ തന്നെ സ്വയം വിചാരിക്കുന്നത് കൊണ്ടാണ് ഇവിടം മാറാത്തത്. അതുകൊണ്ട് എൻ്റെ കുക്കിംഗ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ എനിക്ക് തോന്നുന്നു അടുക്കളയിൽ പാചകം ചെയ്തിട്ട് 2-3 മാസമായി. ഇടയ്ക്ക് എന്തോ ഒരു സാമ്പാർ വെച്ചു, ഇഡ്ഡലി ഉണ്ടാക്കിയപ്പോൾ സാമ്പാർ വെച്ചു. പിന്നെ ഞാൻ ഈ ഹെൽത്തി ഫുഡാണ് കഴിക്കുന്നത്. ഒരാൾക്കായിട്ട് എന്തിനാണ് ഇപ്പം എത്ര പാടുപെട്ട് കുക്ക് ചെയ്യുന്നത്? അതുകൊണ്ട് ഞാൻ കിനോവ മറ്റത് മറിച്ചത് ഞാൻ പറഞ്ഞല്ലോ, ആ ബ്രയോയില് ഹെൽത്തി ഫുഡ് അവർ കൊണ്ടുവരും. അപ്പം രാവിലെ ദോശയോ ഇഡ്ഡലിയോ എന്തെങ്കിലും കഴിക്കും. ഉച്ചയാകുമ്പോൾ അവരുടെ ആ ഹെൽത്തി ഫുഡ് എന്ന് പറയുന്നത് കഴിക്കും. പിന്നെ ഞാനൊന്നും കഴിക്കാറില്ല. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ വല്ല ആപ്പിളോ പേരക്കയോ എന്തെങ്കിലുമൊക്കെ കഴിക്കും. അത്രയേ ഉള്ളൂ. എൻ്റെ മകൻ വരുമ്പോൾ അവനും ഇതുപോലെ തന്നെയാണ് ഞാൻ കൊടുക്കുന്നത്. അവനും രാത്രി ഭക്ഷണം കഴിക്കാറില്ല. അപ്പൊ ഇളയാള് വരുമ്പോൾ അവനും ഇതൊന്നും പ്രശ്നമല്ല. ഇനി അഥവാ അവന് അങ്ങേയറ്റം അവന് വേണമെന്നുണ്ടെങ്കിൽ അവൻ പറയാം, അമ്മ ഞാൻ തന്നെ ഇത് ചെയ്യാം എന്ന് പറഞ്ഞാൽ അവൻ തന്നെ ചെയ്യും. ഇത്രയൊക്കെ ഉള്ളൂ. ഒരു മനുഷ്യരുടെ ജീവിതത്തിൽ നമ്മൾ ഇത്രയൊക്കെ ചെയ്താൽ മതി. അതല്ലാതെ ഇന്നിപ്പോൾ എനിക്ക് വെറുതെ രാവിലെ മുറ്റം അടിച്ചു വരാനും ഇന്ന് ഞായറാഴ്ചയല്ലേ, അപ്പം ജോലിക്ക് നിൽക്കുന്നവർ വന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ മുറ്റം അടിച്ചു വരാൻ നോക്കിയപ്പോൾ മുഴുവനും ആനപ്പൊളിഞ്ചിക്ക് വീണ് കിടക്കുന്നത്. ഇത് എന്തായിരിക്കും, ഇതെങ്ങനെ ചെയ്യുക? അപ്പോൾ പണ്ട് ആരോ പറഞ്ഞിട്ട് ഇത് പിക്കിളിട്ടാൽ നന്നായിരിക്കും, അതുകൊണ്ട് ഞാൻ പിക്കിളുണ്ടാക്കി. ഇനി കുറേ ദിവസത്തേക്ക് ഞാൻ അടുക്കളയിൽ കയറിയില്ലെന്നും പറയാം. അപ്പോൾ ഒരു സൺഡേ ഒരു ഫൺ ഡേ ആക്കി, ഒപ്പം അതിൻ്റെ കൂടെ എൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളോട് ഷെയർ ചെയ്യുകയും ചെയ്തു. ഇനി വേറെ എന്തെങ്കിലും വിഷയവുമായി വീണ്ടും തിരിച്ചു വരാം. ഓക്കെ, ബൈ.